നിങ്ങൾ തിരുവനന്തപുരത്ത് കുന്നൂർക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര കരകുളം അവിടുത്തെ ധ്വജപ്രതിഷ്ഠയുടെ കൊടിമരത്തിനായിട്ടുള്ള തേക്ക് മരം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ഒരു മുറിച്ചെടുത്തു. അങ്ങനെ അതിന് മുന്നിലോട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റില്ല. ഏറ്റവും വലിയ തേക്ക് മരം തന്നെയാണ് അതിൻ്റെ. ഇതവിടെ പ്രതിഷ്ഠ ചെയ്ത് 1 വർഷത്തെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് കൊടിമരത്തിനായിട്ട് എടുക്കുകയുള്ളൂ. ഇത് തേക്ക് മരമാണ് കൊടിമരത്തിൻ്റെ എടുക്കുന്നതാണ്. സ്വർണ്ണ കൊടിമരമാണെങ്കിലും ഇന്നറിൽ ഇതുപോലത്തെ മരത്തിനകത്താണ് ബാക്കിയുള്ള നമ്മൾ സ്വർണ്ണ കൊടിമരം ചെയ്യുമ്പോഴും അതേ രീതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്, നാട്ടിൽ നിന്ന് വന്ന എല്ലാവരും, കോവിലെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയിരിക്കാം ഇതെല്ലാവരും. ഇത് നമ്മൾ കൊണ്ടുപോയതിന് ശേഷം അമ്പലത്തിൽ ഇറക്കി നിലം തൊടാതെ ഇറക്കും. ഇറക്കിയ ശേഷം 1 മാസം ഇതിൻ്റെ തൊലി അടിച്ച് കളഞ്ഞിട്ട് പച്ചക്കർപ്പൂരും മഞ്ഞപ്പൊടിയും കൂടെ പച്ചമഞ്ഞളും കൂടി ചേർത്തിട്ട് ഇതിൽ ലേപനം ചെയ്യും. ലേപനം ചെയ്ത് ഏകദേശം 3 മാസമായി ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ സമയത്ത് നമ്മൾ മുകളിൽ റൂഫൊക്കെ ചെയ്ത് എണ്ണത്തോണി പച്ചമരുന്നുകളും അക്ഷരക്കുട്ടും എല്ലാം കൂടി ചേർത്ത് നല്ല ശുദ്ധമായ എണ്ണയിൽ അത് എത്ര മാസം വരെ ഇടും ഇതിനകത്ത്? ഏറ്റവും കുറഞ്ഞത് 6 മാസം. ഏറ്റവും അങ്ങോട്ട് എത്ര പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ പോയാലും 9 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും ഞങ്ങൾ അടുത്ത ഈ സമയത്ത് മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യം ഇത് തയ്യാറെടുപ്പില്ല. ഞാൻ ഉറപ്പായിട്ടും വരും ഇവിടെ. ഇത് ഇത്രയും പകുതികൾ ബാക്കി കൂടെ കംപ്ലീറ്റ് എടുത്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത എത്തുള്ളൂ. തീർച്ചയായിട്ടും തരാം. ഇവരാണ് നമ്മുടെ ധ്വജപ്രതിഷ്ഠയുടെ കാര്യകർത്താക്കൾ. അവർ രാവിലെ എത്ര മണിക്ക് വന്നു ഇവിടെ? ഇന്നലെ വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഇന്നലെ വന്നു. രാത്രി ഇവിടെ ഫോറസ്റ്റിൽ നിന്ന് അവരുടെ അനുമതിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും ഞാൻ ഉത്സവത്തിന്, ഇവരുടെ അടുത്ത വർഷം ഉത്സവത്തിന് ഉറപ്പായിട്ട് ഞാൻ പോകും. അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇത് നമ്മൾ പോകുന്ന സെക്രട്ടറിയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ക്ഷേത്രത്തിൻ്റെ മെയിൻ ആൾക്കാർ തന്നെയാണ്. ഇന്ന് കിട്ടിയതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്കിത്. നല്ലൊരു വീടെടുക്കാം. കുറച്ച് ബാക്കിലേക്ക് വണ്ടി എടുത്ത്
ആ ശരി